നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് കഴിക്കേണ്ടത്? അത് വെള്ളം കുടിക്കണോ? അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല പല കാര്യങ്ങൾ പറയാറുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് ചിലർ പറയും, നെയ്യ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും, ചിയ സീഡ് ഇട്ട വെള്ളം, അതുപോലെ ടേമറിക്, പിന്നെ മഞ്ഞൾ, ടേമറിക്, ജിഞ്ചർ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ആരോഗ്യത്തിനെയും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു പ്രവർത്തനത്തിന്, അതിപ്പോൾ ദഹന വ്യവസ്ഥയാവാം, സ്കിന്നാവാം, ഹെയർ ആവാം, മൊത്തത്തിലുള്ള ഒരു എനർജി ബൂസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് രാവിലെ എന്ത് കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതെപ്പോഴും ഐഡിയലായിട്ട് പറയുന്നത് ഒരു ചെറിയ ചൂടുള്ള വെള്ളം. ആ ചെറിയ ചൂടുള്ള വെള്ളം ഇപ്പം ചായ, കാപ്പി അങ്ങനത്തെ കാര്യങ്ങളല്ല. ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഗ്യാസ്ട്രിക് ലൈനിങ്, അതായത് നമ്മുടെ വായ മുതൽ തൊണ്ട, അതുപോലെ തന്നെ ബാക്കിയുള്ള വയറ്, ഇൻറ്റെസ്റ്റൈൻ തുടങ്ങിയ കാര്യങ്ങൾ മുതൽ അങ്ങറ്റം വരെ ഒന്ന് ക്ലെൻസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ ഒന്ന് ശുദ്ധീകരിക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ആ വെള്ളം എന്താകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം, ഏതെങ്കിലും രീതിയിൽ വയറിന് പ്രശ്നമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ചേർത്തിട്ടുള്ള വെള്ളം, അതായത് ഇപ്പം പൊതുവെ പറയാറുള്ളത് ജിഞ്ചർ ഷോട്ട്സ്, ഇപ്പം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, വളരെ കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂണിന് താഴെ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിച്ച് ഒരു 100 ml, ഒരു 100 ml അല്ലെങ്കിൽ 150 ml വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തിട്ട് തിളപ്പിച്ച് ഒരു ചെറിയതായിട്ടൊന്ന് ആറിച്ചിട്ട് ആ ഒരു വാം വാട്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കുടിക്കാം. പക്ഷേ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത്തരത്തിലൊന്നും ചേർത്ത് കുടിക്കുന്നത് വലുതായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതായത് വയറിനിപ്പം അസിഡിറ്റി കൂടുതലുണ്ട്, അല്ലെങ്കിൽ ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, മറ്റെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവരാണ്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യല്. പകരം നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം ഇഞ്ചി, കുരുമുളക്, അതുപോലെ തന്നെ മഞ്ഞൾ, ഇത് നമ്മൾ ചെറുതായിട്ട് ഇട്ടിട്ട് രാവിലെ കുടിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് മാത്രമല്ല, അതൊരു ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു വലിയ കലവറയാണ്. അതായത് നമുക്കറിയാം, ഓരോ ദിവസവും നമുക്ക് പല രീതിയിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ ധാരാളം ടോക്സിൻസ് ഉണ്ട്, വിഷാംശങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ഇൻറ്റെസ്റ്റൈനൽ ലൈനിങ്ങിലായിരിക്കും അടിയുന്നത്. അപ്പോൾ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ചിലതൊന്നും നമുക്ക് അധികമായിട്ട് അബ്സോർബ് ചെയ്യുകയോ അത് ക്ലീനായി വെളിയിലേക്ക് പോകുകയൊന്നും ചെയ്യില്ല. അതിനെയൊക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യിപ്പിക്കാനും ഇതിൻ്റെ ഒരു ഡൈജഷൻ പ്രോസസ്സ് നന്നായിട്ട് നടത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി പിന്നെ നമുക്കൊരു കാര്യം പ്രിഫർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യാണ്. നെയ്യ് ഇപ്പോൾ പണ്ട് കാലത്ത്, ഇപ്പം ആയുർവേദം പോലുള്ള സിസ്റ്റത്തിലൊക്കെ ഈ നെയ്യ് കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പ് നമ്മുടെ പാരമ്പര്യമായിട്ട് പറഞ്ഞു വെച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴാണ് സയൻറ്റിഫിക് ബേസ് എന്നോ സയൻസ് ബേസ്ഡ് ആയിട്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പുതിയ എന്തോ കണ്ടുപിടുത്തം പോലെ പറയുന്നത്. പക്ഷെ നമ്മൾ പഴമയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ നെയ്യ് കഴിക്കുക എന്നുള്ളത്. നല്ല ശുദ്ധമായിട്ടുള്ള പശുവിൻ പാലിൽ നിന്നെടുത്ത നെയ്യ്, നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് കിട്ടുമെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ, നമുക്ക് 1 ടീസ്പൂൺ എടുക്കാം. അതും ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി കുടിക്കുക. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ സ്കിൻ കംപ്ലയിൻസ് ഉള്ളവർ, പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമാട്രിക് ഏജ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു പെരിമെനോപോസ് അല്ലെങ്കിൽ മെനോപോസൽ സ്റ്റേജിലേക്ക് അടുക്കുന്ന 40നും 55നും ഇടയിലുള്ള ഒരു പ്രായം എന്ന് പറയുന്നത് ഒരുപാട് ശാരീരികവും മാനസികമായിട്ടുള്ള കുറേ ഏറ്റക്കുറച്ചിലുകളിലൂടെ കടന്നു പോകുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹോർമോൺസ് നല്ല രീതിയിൽ തന്നെ സെക്രീഷൻ വേണം, അത് ശരിയായ അളവിൽ വേണം. പലപ്പോഴും ഈസ്ട്രജൻ പോലുള്ള ഹോർമോൺസിന് ഇതുപോലുള്ള ലൂബ്രിക്കൻസ് ആവശ്യമാണ്. അത് നമ്മൾ ഇൻറ്റേർണലി എടുക്കുമ്പോൾ ഒന്ന് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത്, അതായത് നമ്മുടെ വയറിൻ്റെ ഹെൽത്ത്, നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ്, ഇതെന്നാൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നെയ്യ് എന്ന് പറയുന്നത്. വൈറ്റമിൻസിൻ്റെ നല്ലൊരു ശേഖരമുണ്ട്. പിന്നെ ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് നമ്മൾ കഴിക്കുമ്പോൾ, അതായത് DEK ഇങ്ങനത്തുള്ള വൈറ്റമിൻസ് നമുക്ക് ഫാറ്റ് സോല്യൂബിൾ ആണ്. ഇതൊക്കെ ഫാറ്റിൻ്റെ പ്രസൻസിലായിരിക്കും അബ്സോർപ്ഷൻ കൂടുതൽ നടക്കുന്നത്. അപ്പം ആഹാരം കഴിക്കുന്ന സമയത്തായാലും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നേരത്തെ പറഞ്ഞ ഈസ്ട്രജൻ പോലുള്ള ഹോർമോൺസിൻ്റെ അബ്സോർപ്ഷന്, പിന്നെ ജോയിൻസിൻ്റെ ലൂബ്രിക്കേഷന്, കാരണം നമുക്ക് പ്രായമാകും തോറും ജോയിൻസ് കുറച്ചും കൂടെ സ്റ്റിഫാവും, അവിടേക്കുള്ള സിനോവിയൽ ഫ്ലൂയിഡിൻ്റെ ഒരു പ്രസൻസ് കുറച്ച് കുറയും, അങ്ങനെ ക്രെപ്പിറ്റസ് വരും എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരയുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം, ഒരു ലൂബ്രിക്കൻ്റ് ഇല്ലാത്ത അവസ്ഥ. അതിന് ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഇതൊരു ചികിത്സാ മാർഗ്ഗമൊന്നുമല്ല,
അത് നമ്മൾ ബോഡിയിൽ മൊത്തത്തിലുള്ള ആ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതൊരു എന്താ പറയുക ജോയിൻറ്റ് കംപ്ലയിൻറ്റിനുള്ള ചികിത്സയോ അങ്ങനത്തെ കാര്യമൊന്നുമല്ല. അങ്ങനെ നോക്കുമ്പോൾ നെയ്യ് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ അമിതമായ അളവിൽ ഒരു കാരണവശാലും നമ്മൾ നെയ്യ് എടുക്കാൻ പാടില്ല. ഈ ഒരു അളവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കാർഡിയക് കംപ്ലയിൻറ്റ്സ്, കൊളസ്ട്രോളിൻ്റെ കാര്യങ്ങൾ, അതുപോലെ റീനൽ കംപ്ലയിൻറ്റ്സ് ഇങ്ങനെയൊക്കെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാവൂ. ജനറലായിട്ട് ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുട്ട കഴിക്കുക എന്നുള്ളതാണ്. മുട്ടയെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കംപ്ലീറ്റ് ഫുഡ് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ ദിവസവും മുട്ട വെച്ചൊക്കെ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മുട്ട വെച്ച് ഡയറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഓൾറെഡി വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം നമ്മൾ രാവിലെ തുടങ്ങുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ മുട്ട മാത്രമായിട്ട് ഇപ്പം എഗ് സ്ക്രാമ്പിൾ ചെയ്തോ പുഴുങ്ങിയ മുട്ടയായിട്ടോ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തതാണ് കൂടുതലും പറയുന്നത്. ഇപ്പോൾ ബുൾസൈ പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ബുൾസൈ നമ്മൾ ഹാഫ് കുക്ക്ഡ് ആയിട്ടാണ് കഴിക്കുന്നത്. എന്ന് വെച്ചാൽ അത് തിരിച്ചിടുകയോ അത് നന്നായി വേവിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സാൽമോണല പോലുള്ള കണ്ടീഷൻ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്ക് വരാം. നിർബന്ധമല്ല, ചിലപ്പോൾ വരാം. അപ്പോൾ അതുകൊണ്ട് നന്നായി കുക്ക് ചെയ്ത ഏതെങ്കിലും ഓംലെറ്റ്സ് ആയിട്ടോ അങ്ങനെയൊക്കെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ അന്നത്തെ ദിവസത്തിൻ്റെ നമ്മുടെ ഒരു എനർജി സ്റ്റോറേജിൻ്റെ ഒരു ഹൗസാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം നമ്മൾ മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. മിക്കവാറും എല്ലാ വൈറ്റമിൻസ് അതുപോലെ കോളിൻ പോലുള്ള കാര്യങ്ങളുണ്ട്. ഈ കോളിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് തൊട്ട് അവരുടെ ഹോർമോൺസിൻ്റെ ഡെവലപ്മെൻ്റ് ആയാലും അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ്. ഇപ്പം നമുക്കറിയാം വളരെ ചെറിയ രീതിയിലാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് ഫുഡ് കഴിക്കും, അത് എന്തെങ്കിലും ഫുഡ് കഴിക്കും, ഇഷ്ടമുള്ള ഫുഡ് മാത്രം കഴിക്കും. പണ്ടത്തെ പോലെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന ഫുഡ് കഴിക്കണം അങ്ങനത്തെ ഉള്ള ഒരു പ്രോട്ടോക്കോളൊന്നും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുട്ടയിൽ തന്നെ നമുക്ക് പല വിഭവങ്ങളുണ്ടെങ്കിൽ രാവിലെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്നവർക്കായാലും ഓഫീസിൽ പോകുന്നവരായാലും ഇനി വീട്ടമ്മമാരായാലും എല്ലാം കഴിക്കണം. അത് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഏത്തപ്പഴം പോലെ സ്വീറ്റ് പൊട്ടാറ്റോ പോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പുഴുങ്ങി കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പുഴുങ്ങി കഴിക്കുക പണ്ട് കാലങ്ങളിൽ നമ്മൾ വളരെ സാധാരണമായിട്ട് ചെയ്തിരുന്നതാണ് ഒരു എല്ലാം പുഴുങ്ങി കഴിക്കുക എന്നുള്ള ഒരു രീതി. അതിപ്പം ഈ മധുരക്കിഴങ്ങൊക്കെ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു വലിയ ശേഖരമാണ്. ഇപ്പോൾ സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ സ്കിന്നോ ഹെയറൊക്കെ നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ മിനറൽസിൻ്റെയും വൈറ്റമിൻസിൻ്റെ ഒക്കെ ഒരു സോഴ്സാണ്. പല റെയർ ആയിട്ടുള്ള ന്യൂട്രിയൻസും ഈ മധുരക്കിഴങ്ങിലുണ്ട്. അതുപോലെ ഏത്തപ്പഴം നമുക്ക് പൊട്ടാസ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്. ഇതിൻ്റെ എല്ലാം വലിയ സോഴ്സാണ്. ഇതും നമുക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം നമുക്ക് വേണ്ട എനർജിയുടെ ഒരു കാൽഭാഗം ടു അരഭാഗമൊക്കെ നമുക്കിതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 100-150 ഗ്രാം ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഫുഡ് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ രാവിലെ ആദ്യത്തെ ഫുഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പാനീയം എന്നുള്ള രീതിയിൽ നമ്മൾ കുടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പറഞ്ഞ ഡ്രിങ്ക്സ് നമുക്ക് കുടിക്കാം. അതിനുശേഷം ഈ ഒരു രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റും ഫോളോ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.